ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പീഡന പരാതിയിൽ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രക്ഷോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. മണ്ണാർക്കാട് SC/ST കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചു എന്ന പരാതി നിലനിൽക്കില്ല എന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. അതിജീവിത നേരിട്ട് കോടതിയിലെത്തി മൊഴി നൽകുകയും ചെയ്തു. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്? ഏതായാലും വിധി നാളെയാണെന്ന് മനസ്സിലാക്കുന്നു. ഇയാൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും, അല്ലേ? വിനിത, ഈ ദളിത് യുവതി നൽകിയ പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തോടുകൂടി ഒളിവിൽ പോയ പ്രക്ഷോഭ് പിന്നീട് ഒളിവിലിരുന്നുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യം തേടി മണ്ണാർക്കാട് കോടതിയെ സമീപിച്ചത്. ആ കേസ് പിന്നീട് ഹർജി മാറ്റിവെച്ച് ഇന്നത്തേക്ക് മണ്ണാർക്കാട് കോടതി പരിഗണിക്കുകയായിരുന്നു. ഇന്ന് മണ്ണാർക്കാട് കോടതിയിൽ വെച്ച് ഈ രണ്ട് വിഭാഗത്തിനും, പ്രതിഭാഗത്തിന് അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെയും വാദം നടന്നു. ഇതിൽ പ്രതിഭാഗം പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടിയും അല്ലെങ്കിൽ ഈ പരാതിക്കാരിയും പ്രക്ഷോഭും തമ്മിൽ വർഷങ്ങളായുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അതിക്രമിച്ച് കയറിയുള്ള പീഡനമാണ് എന്ന രീതിയിൽ ഒരിക്കലും പരാതിപ്പെടാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. പക്ഷേ ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് പ്രതിഭാഗം നടത്തുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത്. മാത്രമല്ല, ഈ അതിജീവിതയും ഇന്ന് അടച്ചിട്ട കോടതിയിൽ വെച്ച് ഈ ജഡ്ജിയോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നൊരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. ഏതായാലും തനിക്ക് നേരിട്ട അനുഭവങ്ങളെല്ലാം അതിജീവിത ഇന്ന് വീണ്ടും കോടതിയിലെത്തി തുറന്നു പറയുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഏതായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയാണ് മണ്ണാർക്കാട്ടെ ഈ പ്രത്യേക SC/ST കോടതി വിധി പറയുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.